ചന്തുചേട്ടാ, ഐ എം സോ പ്രൗഡ് ഓഫ് യു. എന്റെ സീനിയർ ആണ് ചന്തുചേട്ടൻ കോളേജില്. My phone number is 2255. ഞാൻ ചന്തുചേട്ടനെ കാണുമ്പോ മൈൻഡ് ഒന്നും ചെയ്യില്ലായിരിക്കും, ഇത്തിരി ജാടൊക്കെ ഇയാൾക്ക് എന്നെ ഒന്ന് നോക്കിയാലെന്താ? ഈ കിട്ടിയതൊന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു. പണ്ട് കോളേജിൽ ഇങ്ങനെ വരാന്തയിൽ ഇങ്ങനെയൊക്കെ രണ്ടു മൂന്ന് ചേച്ചിമാരൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനെയല്ല, എന്തോ പ്രശ്നമുള്ളത് പോലെ തോന്നുന്നല്ലോ. നീ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരെണ്ണം ഒരെണ്ണമല്ല, രണ്ടെണ്ണം. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഓക്കെ പോയിന്റിലോട്ട് വരാം. അല്ല വരാന്തയിൽ ഇങ്ങനെ കൈയൊക്കെ വെച്ച് ഫേസിലൊക്കെ എടാ, ഇത് സത്യമായ കാര്യമാണോ അതോ കുറച്ചിങ്ങനെ ആറ്റിറ്റ്യൂഡിലൊക്കെ ഇതുവരെ നമ്മൾ സംസാരിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അബദ്ധത്തിലല്ല, മനഃപൂർവ്വം. അയ്യോ, അങ്ങനെ പറഞ്ഞൂടെ. കാണുമ്പോ ചിരിച്ചിട്ടൊക്കെയാണ് ചന്തുചേട്ടൻ. എനിക്കറിയില്ല. സ്വാഭാവികം. ഇവരീ പറയുന്നൊക്കെ നേരാണോ? അലീമേടം എനിക്ക് ചന്ദൂനെ അറിയാം, ഞങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു. പിന്നെ എവിടെയൊക്കെയോ പിന്നെ അതങ്ങ് ഇതായി പോയിരുന്നു. പിന്നെ എവിടെ പോയി അങ്ങനെ പവനായി ശവമായി. ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. റിയൽ ലൈഫിലും എനിക്ക് തോന്നുന്നു ഫോളോവേഴ്സിന് അത്യാവശ്യം റിപ്ലൈ ഒക്കെ കൊടുക്കുന്ന ജാടയില്ലാത്ത ഒരു ആക്ടർ. ഞാൻ കൂടുതലും പെൺകുട്ടികൾക്ക് റിപ്ലൈ എടുക്കുന്നത്, അത് വേറെ കാര്യം. ചന്തു ഞാൻ രണ്ടാമത്തെ വട്ടം ഇന്റർവ്യൂ ചെയ്തിരിക്കുന്നു, നിങ്ങൾക്ക് പരിചയമായി. എന്നാലും നീ ഇതെങ്ങനെ ഇണക്കി എടുത്തടാ? ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. കണ്ട ആട്ടക്കാരികളൊക്കെ തലക്കറി നടക്കണം. ഞാൻ ഓൾറെഡി ചന്ദുവിന്റെ ഇന്റർവ്യൂസ് എടുത്തിട്ടുണ്ട്. നീ ചന്തു അല്ലേ? ചന്തു ഞാൻ ഓൾറെഡി ചന്ദുവിന്റെ ഇന്റർവ്യൂസ് എടുത്തിട്ടുണ്ട്. ഞാനൊരു വലിയ സംഭവം അല്ലേ? അപ്പൊ എനിക്ക് ഇവനെ നന്നായിട്ട് അറിയാം. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? അപ്പൊ എനിക്ക് ഇവനെ നന്നായിട്ട് അറിയാം. മനസ്സിൽ കൊണ്ടിരുന്ന മോഹം പോലെ നിനക്കൊരു കോടീശ്വരി കിട്ടിയപ്പോ ഞാൻ ആരുമല്ലേ? ഇവ ചോദിച്ചേട്ടൻ പറഞ്ഞിട്ട് ചിലപ്പോ ചില ഡ്രസ്സൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കൊരു ഇൻസെക്യൂരിറ്റി ആണ്, ചെയ്തിരിക്കും ചേരുവോ? പക്ഷെ അതൊക്കെ ഇവനോ ചന്ദുവിന് പിന്നെ ഡ്രസ്സിന്റെ കുറച്ചെങ്കിലും ഡീസന്റ് ആവുന്നേ പ്ലീസ്. ഇങ്ങനെ സംസ്കാരമില്ലാതെ പെരുമാറാൻ കുട്ടിയാരെ പഠിപ്പിച്ചത്? എന്നാണ് നീ നന്നാവണേ? കൂടുതൽ ഇളക്കല്ലേ? അങ്ങനെ പേഴ്സണൽ മാറ്റേഴ്സ് തുറന്ന് സംസാരിക്കാനുള്ള ബന്ധമൊന്നും നമ്മൾ തമ്മിലില്ലല്ലോ. ഒരു കാര്യം പറയട്ടെ, നീ ഒരു പുല്ലും പറയണ്ട. സാരമില്ല, ഒരബദ്ധം ആർക്കും പറ്റും. ഒരൊറ്റ ഇന്റർവ്യൂ എടുത്തിട്ടുള്ളൂ, എനിക്കറിയാം. മതിയല്ലോ. സത്യത്തിൽ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായില്ല, കൃഷ്ണൻകുട്ടി നിർബന്ധിച്ചോണ്ടാ. ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനല്ല. പുലിയാണ് കേട്ടാ, നമ്മൾ ഒരു വര കൂടെ വരേണ്ടി വരും.